يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات. നമ്മൾ അള്ളാഹിനെ ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ എങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്തുക എന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അതിന് അള്ളാഹു തആല നമുക്ക് ഒരുപാട് വഴികളെ തുറന്നു തരുന്നു. പക്ഷെ ആ വഴികളിലൂടെ യാത്ര ചെയ്യാൻ നമുക്ക് കഴിയണ്ടേ? അതല്ലേ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഒരു നന്മ ഒരാൾ വിചാരിച്ചാൽ തന്നെ കൂലിയുണ്ട്, ഒരു തിന്മ ഒരാൾ വിചാരിച്ചാൽ അതിന് ശിക്ഷയില്ല, ചെയ്താലേ ശിക്ഷയുള്ളൂ. ഒരു തിന്മ വിചാരിച്ചിട്ട് പിന്നെ ആ തിന്മ വേണ്ടാന്ന് വെച്ചാൽ അതിന് കൂലി കിട്ടും. ഇങ്ങനെയാണ് നന്മയുടെയും തിന്മയുടെയും അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് വർദ്ധിച്ച ഈമാനോടുകൂടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു, ഈമാന്റെ ഉദാഹരണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും നോമ്പനുഷ്ഠിച്ച ആളുണ്ടോ, നോമ്പുള്ള ആരേലുണ്ടോ എന്ന് ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, നബിയേ എനിക്കിന്ന് നോമ്പാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സഹാബ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇന്ന് ഒരു രോഗിയെ സന്ദർശിച്ച ആളുണ്ടോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട്. മുസ്തഫായ നബി തങ്ങൾ ചോദിച്ചു, സഹാബ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു ജനാസയെ അനുഗമിച്ച ആളുണ്ടോ? ആരെങ്കിലും ഒരു മയ്യത്തിന്റെ ഒപ്പം പോയ ആളുണ്ടോ എന്ന് ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയെ ഞാൻ ഇന്നൊരു ജനാസയെ അനുഗമിച്ചിട്ടുണ്ട്. ജനാസയെ അനുഗമിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ കുറഞ്ഞ സമയം അവസരം കിട്ടിയാൽ നമ്മളത് ഉപയോഗപ്പെടുത്തണം. നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോവുകയാണ്, ഒരു മയ്യത്ത് കൊണ്ടുപോകണം പറ്റും, ഒരു 2 മിനിറ്റ് അതിൻ്റെ ബാക്കിൽ ആ വണ്ടിയായിട്ട് ഒന്നിങ്ങനെ പോയാൽ മതി. അതും ജനാസയെ അനുഗമിക്കലാണ്. ഇതിനൊന്നും വലിയ ചിലവില്ലല്ലോ. നിയ്യത്തിന് ക്ലിയർ ആണെങ്കിൽ അതിൻ്റെ പിന്നിൽ 2 മിനിറ്റ് പോയിട്ട് പിന്നെ നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാവുന്നതാണ്. പിന്നെ ജനാസയെ അനുഗമിക്കുന്നിടത്തൊരു കാര്യമുണ്ട്. ജനാസയെ അനുഗമിക്കേണ്ടത് വീട് മുതൽ പള്ളി വരെ അല്ല കേട്ടോ, വീട് മുതൽ ഖബർ വരെയാണ്. സാധാരണ നമ്മൾ പോകല് വീട് മുതൽ പള്ളിക്ക് പോയിട്ട് നിസ്കാരം കഴിഞ്ഞേക്കണ പിരിയലാണ്. പള്ളി അതിൻ്റെ ഇടയിൽ നിസ്കരിച്ചാൻ പറ്റിയൊരു സ്ഥലം കിട്ടിയപ്പോൾ അവിടെ കയറിയെന്നേ ഉള്ളൂ. വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് പള്ളിക്ക് നിസ്കരിക്കാനല്ല, പിന്നെ ഖബറിലേക്ക് മറവ് ചെയ്യാനാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ജനാസയെ അനുഗമിക്കേണ്ടത് വീട് മുതൽ ഖബർ വരെയാണ്. നേരം വെക്കണുണ്ടെങ്കിൽ ഖബർ വരെ എത്തിയിട്ട് അവിടെ നിന്ന് പോരാ. പ്രധാനപ്പെട്ട ഒരാളാണ്. ഒരിക്കൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തെ കുറിച്ച് വഅദ് പറഞ്ഞു. സഹാബത്തെ സ്വർഗത്തിന് 8 വാതിലുകളുണ്ട് സഹാബ, സ്വർഗത്തിന് 8 വാതിലുണ്ട് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് എന്നിട്ട് ചോദിച്ചു, നബിയെ ആ 8ഉം കൂടി ആർക്കേലും തുറക്കുമോന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു തുറക്കൂ, അത് നിങ്ങൾക്ക് തന്നെയാണ് എന്ന് പറഞ്ഞു. സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുറക്കണ 8 വാതിലേ, ആ 8 വാതിലും തുറക്കാനൊരു പണിയുണ്ട്. പൊതുണ്ടാക്കി കയറിനോടത്ത് ഹൗദംകാരൊക്കെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ബോർഡും ഒരു ദുആ എഴുതി വെച്ചിട്ടുണ്ട്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അസ്തഗ്ഫിറുല്ലാഹ്. ഒരു ദുആ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ടാവും, ഈ ദുആ നടത്തുന്നവന് സ്വർഗത്തിന്റെ 8 വാതിലുകൾ തുറക്കപ്പെടുന്നതാണ് നബി വചനം. എഴുതിയിട്ടുണ്ട്. ഇവിടെ കയറ്റിയിട്ടില്ല, എല്ലാ പള്ളിക്കും ഉണ്ടാവും, അതുകൊണ്ട് ഇവിടെ ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇല്ലേ ഇല്ലേ ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെ ലോകത്ത് വന്ന 1,24,000 അമ്പിയാക്കളെ എല്ലാവരും പെണ്ണെട്ടിയിട്ടുണ്ട്. ഒരഭിപ്രായത്തിൽ 2,24,000 അമ്പിയാക്കൾ വന്നിട്ടുണ്ട് എന്ന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം പരിഗണിച്ചാൽ 2,24,000 അമ്പിയാക്കൾ വന്നതിൽ എല്ലാവരും പെണ്ണെട്ടിയിട്ടുണ്ട്. ഒരാളെ കാര്യത്തിൽ മാത്രം അഭിപ്രായ വ്യത്യാസമുണ്ട്, സയ്യിദുനാ ഈസ അലൈഹിസ്സലാം.
ഈസാ നബി അലൈഹി ഇസ്ലാം വിവാഹത്തിൻ്റെ മുമ്പ് ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു എന്നാണ് സ്വഹീഹായ അഭിപ്രായം. എന്നാൽ സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം ഖിയാമത്ത് നാളിൻ്റെ മുന്നോടിയായി ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് പെണ്ണിട്ടു, കല്യാണം കഴിക്കും, അതിൽ കുട്ടിയുണ്ടാകും. ഈസാ നബി അലൈഹി ഇസ്ലാം ഇസ്ലാമികമായ ഭരണം നടത്തും. സയ്യിദുനാ ഈസാ അലൈഹി ഇസ്ലാം വഫാത്താകും. വഫാത്തായതിനു ശേഷം മദീന ഷരീഫിലെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിൻ്റെ അടുത്തായി സയ്യിദുനാ ഈസാ അലൈഹിസ്സലാമിനെ മറവ് ചെയ്യും. അതോടുകൂടി